ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹിമാലയാസിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ലെയർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റത്തെ ലെയറായിട്ട് നമ്മൾ ധരിക്കേണ്ടത് തെർമൽസ് ആണ്. തെർമൽസ് ആണ് നമ്മുടെ ബോഡി ഹീറ്റിനെ പുറത്തേക്ക് കളയാതെ സംരക്ഷിക്കുന്നത്. ഇത് ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ തെർമൽസ് വാങ്ങുമ്പോൾ കോട്ടൺ കൊണ്ടല്ലാത്ത മെറ്റീരിയൽസ് വാങ്ങാൻ ശ്രദ്ധിക്കുക. തെർമൽസ് നമ്മുടെ ബോഡി ഹീറ്റ് പുറത്തേക്ക് വിടില്ല. രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ധരിക്കേണ്ടത് ഫ്ലീസ് ജാക്കറ്റാണ്. ഫ്ലീസ് ജാക്കറ്റാണ് നമ്മളെ തെർമൽസ് സംരക്ഷിക്കുന്ന ഹീറ്റിനെ പുറത്ത് വിടാതെ സംരക്ഷിക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊരു ഫ്ലീസ് ജാക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹുഡീസോ അല്ലെങ്കിൽ നല്ലൊരു സ്വെറ്ററോ കനമുള്ള എന്തെങ്കിലും ഡ്രസ്സ് ധരിക്കാൻ പറ്റാവുന്നതാണ്. മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ധരിക്കേണ്ടത് ഡൗൺ ജാക്കറ്റാണ്. നിങ്ങൾ നല്ലൊരു ഡൗൺ ജാക്കറ്റ് വാങ്ങുക. നിങ്ങൾ ഡൗൺ ജാക്കറ്റ് വാങ്ങുമ്പോൾ വിൻഡ് പ്രൂഫായ ഡൗൺ ജാക്കറ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഡൗൺ ജാക്കറ്റിന് മേലെ ഒരു ലെയർ കൂടി അത്യാവശ്യമാണ്. ഡൗൺ ജാക്കറ്റ് ഒരിക്കലും വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ നമ്മൾ ഹാർഡ് ഷെല്ല് എന്ന് പറയുന്ന ഒരു ലെയർ കൂടി ഇതിൻ്റെ മേലെ ധരിക്കേണ്ടതാണ്. ഹാർഡ് ഷെല്ല് വിൻഡ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. നമുക്ക് സ്നോയോ റെയിനോ ഉള്ള സമയത്ത് നമുക്ക് ഹാർഡ് ഷെല്ല് ധരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഹാർഡ് ഷെല്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെയിൻ കോട്ടോ അല്ലെങ്കിൽ ഒരു പോഞ്ചോയോ ധരിക്കാൻ പറ്റാവുന്നതാണ്. പക്ഷേ നിങ്ങൾ എക്സ്പെഡീഷനൊക്കെ പോകുന്നതാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഹാർഡ് ഷെല്ല് വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൗൺ പാൻസ്. ഒരു വാട്ടർ പ്രൂഫ് ആൻഡ് വിൻഡ് പ്രൂഫായ ഒരു ഡൗൺ പാൻറ്റും നിങ്ങൾ വാങ്ങേണ്ടതാണ്. ഇത് കൂടാതെ നമുക്ക് മറ്റ് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്, തൊപ്പി, ഗ്ലൗസ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.